നേരത്തെ ശ്രീ ഹരികുമാർ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെയുള്ള സെമിനാറുകളിലും പ്രസംഗങ്ങളിലും ഒന്നും പോകാറില്ല. അടുത്ത കാലത്തായി തീരെ പോകാറില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ ശ്രീ വിജയകൃഷ്ണൻ പല മാർഗങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തി. പിന്നെ അവസാനം ഞാൻ ആലോചിച്ചപ്പം സംഗതി കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ പരിപാടിയാണ്. എന്തഭ്യാസം കാണിച്ചാലും ഇത് വീടുകളിലെത്തണമെങ്കിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് വിചാരിക്കണം. അതിലെ അപകടം പെട്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ നേരെ കോഴിക്കോടിന് വണ്ടി പിടിക്കുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിനോട് എപ്പോഴും പ്രത്യേക അടുപ്പം പുലർത്തുന്നതാണ് ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഒരു പ്രത്യേക പരിഗണന എല്ലാ അവസരങ്ങളിലും നൽകാറുണ്ട്. അത്ര ഊഷ്മളമായ ബന്ധവുമാണ്. നിങ്ങളുടെ ആ നല്ല പെരുമാറ്റത്തിനും സഹകരണത്തിനും എനിക്കൊരു വേദി കിട്ടിയ സ്ഥിതിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയും ചെയ്യും. ശ്രീ ഹരികുമാർ നേരത്തെ സംസാരിച്ചപ്പോൾ മീഡിയ വണ്ണും ഏഷ്യാനെറ്റ് ന്യൂസും 48 മണിക്കൂർ വിലക്ക് നേരിട്ടു. ഓഫെയറായി. ഏഷ്യാനെറ്റ് ന്യൂസിന് പെട്ടെന്ന് തിരിച്ചു കിട്ടി. മീഡിയ വണ്ണിന് പിന്നെ കേസ് നടത്തേണ്ടി വന്നത് അദ്ദേഹം ഒരു ഓർമ്മപ്പിശകിൽ നിന്ന് പറയുന്നതാവും. 2 പേർക്കും ഉടനെ തിരിച്ചു കിട്ടി. ആ 48 മണിക്കൂർ എന്നത് ഒരു ദിവസം പോലും നീണ്ടു നിന്നില്ല. ആദ്യം പുലർച്ചെ ഏഷ്യാനെറ്റ് ന്യൂസിനും നേരം വെളുത്തപ്പോൾ മീഡിയ വണ്ണിനും സംപ്രേഷണ അനുമതി തിരിച്ചു കിട്ടി. പിന്നീട് മീഡിയ വണ്ണിൻ്റെ ലൈസൻസ് റിന്യൂവലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് കോടതിയിലെത്തിയതും കോടതിയിൽ നിന്ന് അവർ നിയമ പോരാട്ടത്തിലൂടെ നീതി നേടിയെടുത്തതും. ഈ മാധ്യമങ്ങൾ അധികാര താല്പര്യങ്ങൾക്ക് കീഴടങ്ങുന്നുവോ എന്ന ചോദ്യം, ഈ മാധ്യമങ്ങളെ എന്തിനാണ് അധികാരികൾ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ചില അനുഭവങ്ങളിലൂടെ അത് പറയാമെന്ന് വിചാരിക്കുന്നു. 2020 മാർച്ച് മാസത്തിലാണ് നേരത്തെ ശ്രീ ഹരികുമാർ ഓർമ്മിപ്പിച്ച ആ 48 മണിക്കൂർ വിലക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന് വന്നത്. അപ്രതീക്ഷിതമായിരുന്നു. ഒരു വൈകുന്നേരം ഞങ്ങളുടെ ചാനലിൻ്റെ സിഗ്നൽ ദില്ലിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന കമ്പനി, പണ്ടായിരുന്നു സ്വന്തമായിട്ട് ടെലിപോർട്ടൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അതിനേക്കാൾ സൗകര്യം ഇത്തരം മൂന്നാം കക്ഷികളിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായതുകൊണ്ട് ആ മാർഗ്ഗമാണ് സ്വീകരിക്കുന്നത്. അതൊരു മറ്റൊരു കമ്പനിയാണ്. അവർ ഞങ്ങളുടെ സാങ്കേതിക കാര്യങ്ങളുടെ ചുമതലയുള്ള ആളിനെ വിളിച്ചു പറയുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ചിലപ്പോൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നിർത്തേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. എന്താണ് കാരണമെന്നറിയില്ല. ഈ സാങ്കേതിക കാര്യങ്ങളുടെ ചുമതലയുള്ള ആൾ എന്നെയാണ് വിളിച്ചത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മാനേജ്മെൻറ്റിലും എഡിറ്റോറിയലിലും കൂടുതൽ മുകളിലുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ ആർക്കും ഒരു ഊഹവും ഇല്ല, എന്താണെന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടിക്കഴിഞ്ഞു, ഞങ്ങൾ നിർത്തുകയാണ് എന്ന് പറയുന്നു. അപ്പോഴും എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ദില്ലി കലാപവുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികളുടെ പേരിൽ, അതിൽ ആരാധനാലയങ്ങൾ തകർത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരു വിഭാഗത്തിന് അനുകൂലമായി മാത്രം വാർത്തകൾ കൊടുത്തു എന്ന പരാതിയുടെ പേരിലാണ് ആ വിലക്കെന്ന്. പിന്നീട് അവർക്ക് വിശദീകരണം കൊടുത്തു, ആ വിലക്ക് നീങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി തന്നെ വന്ന് ഈ വിലക്കിൻ്റെ കാര്യങ്ങൾ വിശദമായി മാധ്യമങ്ങളോട് പറയുന്നു. വിലക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനേക്കാൾ വിചിത്രമായ വാദങ്ങൾ ഉയർത്തി, കുറേ കൂടി ഇത് നിൽക്കേണ്ടതായിരുന്നു, ഇനിയും വരും എന്ന തരത്തിൽ ഭീഷണി മുഴക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി ഈ സംഭവത്തിന് മുമ്പ് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ഉടൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എല്ലാ പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായി അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. കാരണം 2014 സർക്കാരിൻ്റെ
നേട്ടങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, കോട്ടങ്ങൾ മാത്രം തുടർച്ചയായി വാർത്തകളായും ചർച്ചകളായും വരുന്നു എന്ന പരാതി പറഞ്ഞായിരുന്നു ആ ബഹിഷ്കരണം. അത് പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒ രാജഗോപാൽ അവിടെ മത്സരിക്കുന്ന സമയത്ത് അവർ സ്വയം പിൻവലിച്ചു. ഈ ദില്ലി കലാപത്തെ തുടർന്നുണ്ടായ നടപടിക്ക് പിന്നാലെ പിന്നീടും BJP ഏഷ്യാനെറ്റ് ന്യൂസിനെ ബഹിഷ്കരിച്ചു. അത് ഇന്നും ഞങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു കാരണത്തിൻ്റെ പേരിലാണ്. ഏതോ ഒരാൾ ഓഫീസിലേക്ക് വിളിക്കുന്നു, ഫോൺ എടുത്ത ആളും അയാളുമായി തർക്കമുണ്ടാകുന്നു, അവർ തമ്മിലുള്ള ഒരു സംഭാഷണം. ഫോൺ വിളിച്ചയാൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ നേതാവോ ഒന്നുമല്ല, ഫോൺ എടുത്ത ആൾ അത്തരം കാര്യങ്ങൾ മറുപടി പറയാൻ നിയോഗിക്കപ്പെട്ട ഉയർന്ന തസ്തികയിലുള്ള ആളുമല്ല. അപ്പോൾ ഒരു കാരണം നോക്കി നിന്നു, വീണ്ടും ബഹിഷ്കരിച്ചു. ഇപ്പോൾ ആ ബഹിഷ്കരണം അവർ പിൻവലിച്ചിരിക്കുന്നു. ഏതാനും മാസങ്ങളെ ഞാൻ പറഞ്ഞത്, ഈ നടപടികളൊക്കെ വരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിൻ്റെ പേരിലല്ല. ഒരു കാരണം നോക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 2020 മാർച്ചിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇനി 2023 മാർച്ചിൽ ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്ന കോഴിക്കോട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് നേരെ ഉണ്ടായ നടപടികൾ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഭരണപക്ഷത്തുള്ള ഒരു MLA സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ സിനിമയൊക്കെ പുറത്തു വരുന്നതിന് മുമ്പുള്ള ട്രെയിലറുകൾ പോലെ ഈ ഉദ്വേഗം ജനിപ്പിക്കുന്ന പോസ്റ്റുകൾ ഇടുന്നു. അതിങ്ങനെ വർദ്ധിച്ചു വന്ന് ഒരു പരാതിയാവുന്നു. ആ പരാതി കൊടുത്തതിന് തൊട്ടു പിന്നാലെ നിയമസഭയിൽ അതൊരു ചോദ്യമാകുന്നു. മറ്റൊരു ചോദ്യത്തിനുമില്ലാത്ത പരിഗണന പോലെ വളരെ പെട്ടെന്ന് നിയമസഭയിൽ നിന്നൊരു മറുപടി കിട്ടുന്നു. തൊട്ടു പിന്നാലെ പോലീസ് കേസെടുക്കുന്നു. ഈ കോഴിക്കോട് ഓഫീസ് റെയ്ഡ് ചെയ്യുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എഡിറ്റോറിയൽ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന വനിതയടക്കം കോഴിക്കോട്ടെ മലബാർ റീജിയൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനടക്കം ആളുകളെയൊക്കെ കേസിൽ പ്രതികളാക്കുന്നു. ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നിയമോപദേശം കിട്ടുന്നത്, ഇത് ചതിയാണ്, നിങ്ങൾ അവിടെ ഹാജരാകുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തും, അറസ്റ്റ് ചെയ്യും, റിമാൻഡ് ചെയ്യും. അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് പോയി. ആ ആശങ്ക ശരിയാണെന്ന് കോടതിയിൽ അവർ കൊണ്ടുവന്ന രേഖകളിൽ നിന്ന് വ്യക്തമായി. ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരമുള്ള കേസായിരുന്നു അത്. കോടതി വളരെ ഫലപ്രദമായി ഇടപെട്ടു. പക്ഷേ പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കുക, സ്ഥാപനത്തിൽ പരിശോധന നടത്താനുള്ള ശ്രമം, എപ്പോഴും ഈ ആളുകളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാനുള്ള ശ്രമം, തിരുവനന്തപുരത്തുള്ളവരെ വരെ പരമാവധി ഇങ്ങോട്ട് വരുത്താനുള്ള ശ്രമം, ഇതും കോടതിയിലെത്തി. കോടതി ഇടപെട്ടു. കോടതി മാസത്തിലൊരിക്കൽ ചോദ്യം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ചോദ്യം ചെയ്യൽ സമയം നിശ്ചയിച്ചു കൊടുത്തു. ഇത്ര മണിക്കൂർ മാത്രമേ പാടുള്ളൂ എന്നായി. എന്നിട്ടും ഇതൊന്നും തീരുന്നില്ല. ഒരു ന്യൂസ് സ്റ്റോറി മാത്രമാണ് ഇതാകെയുള്ള ഇതിലെ തർക്ക വിഷയം. ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം, ഒരു പെരുന്നാൾ ദിവസം ഇവിടുത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചുമതലയുള്ള ആൾ ഹാജരാകുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് അമ്മയോടൊപ്പം എനിക്ക് ഭക്ഷണം കഴിക്കണം, അമ്മ മാത്രമേ ഉള്ളൂ, എല്ലാ തവണയും അമ്മയോടൊപ്പമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പുറത്ത് പറയാൻ കഴിയാത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അന്ന് അമ്മയോടൊപ്പം ഊണ് കഴിക്കാൻ പോകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഒടുവിൽ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് അനുവദിച്ച സമയപരിധി കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചുപോയി. ഇതൊക്കെ നടക്കുന്നത് ഉത്തരേന്ത്യയിലെങ്ങുമല്ല കേട്ടോ, ഇത് കേരളത്തിൽ ആണ് ഈ രീതിയിൽ ഉള്ള പെരുമാറ്റം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാവുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ ജാമ്യം റദ്ദാക്കാനുള്ള ശ്രമം, അതും കോടതി തടഞ്ഞു. ഇനി ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് കോടതി ഉത്തരവ് കൊടുത്തു. കുറ്റപത്രം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു വർഷമാകാൻ ഈ മാർച്ച് മാസം ഒരു വർഷമാകും. ഇതുവരെ ആ കേസിൽ കുറ്റപത്രം കൊടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കാരണം ഈ പറയുന്നതല്ല, കാരണം മറ്റെന്തോ ആണ്. അതിന് വഴിപ്പെടാനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ പലരും സൂചിപ്പിച്ച അഖില നന്ദകുമാറിൻ്റെ കാര്യം.
ശ്രീ ആർ രാജഗോപാൽ അദ്ദേഹം ടെലിഗ്രാഫിൻ്റെ അറ്റ്ലാർജ് അല്ലാത്ത ഒറിജിനൽ എഡിറ്ററായിരുന്ന കാലത്ത് 1-ാം പേജിൽ അദ്ദേഹം ആ വാർത്ത കൊടുത്തു. അത് ഒരു ഭാഗത്തെക്കുറിച്ചായിരുന്നില്ല. സ്മൃതി ഇറാനിയുടെയും പിണറായി വിജയൻ്റെയും ചിത്രം 1-ാം പേജിൽ കൊടുത്ത് എങ്ങനെയാണ് കാവിയും ചുവപ്പും മാധ്യമങ്ങളെ നേരിടുന്നതിൽ ഒരുപോലെ പ്രവർത്തിക്കുന്നത് എന്നൊരു റിപ്പോർട്ടായിരുന്നു. സ്മൃതി ഇറാനി മുതലാളിയോട് പറയുമെന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകനെ വിരട്ടിയതും ഈ അഖിലാനന്ദകുമാറിനെതിരായ കേസും. എനിക്ക് തോന്നുന്നത് അത് എഴുതിയതേ രാജഗോപാലിന് ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഫ്രണ്ട് പേജുകളുടെ കഥ പറഞ്ഞല്ലോ. കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ഒക്കെ ആക്രമിക്കുന്ന തരത്തിൽ വേണമെങ്കിൽ, ആക്രമിക്കുക എന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിൽ, ഉണ്ടാക്കിയ തലക്കെട്ടുകൾക്കപ്പുറത്തേക്കായിരിക്കും അദ്ദേഹം സൈബർ ആക്രമണം നേരിട്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അതുവരെ അദ്ദേഹത്തെ വാഴ്ത്തിയവരെല്ലാം ആ ഒറ്റ 1-ാം പേജ് വാർത്തയുടെ പേരിൽ അദ്ദേഹത്തിൽ ആരോപിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. അത് കേരളത്തിൽ നിന്നുണ്ടായതാണ്. ആ സംഭവത്തിൽ അദ്ദേഹം തന്നെ മറ്റൊരു പ്രസംഗം നടത്തിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ ശ്രീ രാജഗോപാൽ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അഖിലാനന്ദകുമാറിനെതിരെ മാത്രം കേസെടുത്തത്, എന്തുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ എഡിറ്റർക്കെതിരെയോ മുതലാളിക്കെതിരെയോ കേസെടുത്തില്ല എന്ന്. അതിന് കാരണം ഈ പരാതി കൊടുത്ത SFI സംസ്ഥാന സെക്രട്ടറി അഖിലാനന്ദകുമാറിൻ്റെ പേരേ വെച്ചിരുന്നുള്ളൂ. ആ പരാതി വെച്ചാണ് കേസെടുത്തത്. നേരത്തെ ഈ എഡിറ്റർക്ക് തുല്യമായി ആ പദവി വഹിക്കുന്ന ആളിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് കേസിൽ പ്രതിയാക്കിയത്. പിന്നെ ഇനി ആ പ്രസംഗത്തിൽ ശ്രീ രാജഗോപാൽ പറഞ്ഞ ഉടമയെ പ്രതിയാക്കണമെന്ന് വിചാരിച്ചാൽ ഈ കമ്പനിയുടെ ഇൻവെസ്റ്റർ അദ്ദേഹമാണെങ്കിലും ഈ കമ്പനി, അതായത് ചാനൽ ഓൺ ചെയ്യുന്ന കമ്പനിയുടെ ഒരു സ്ഥാനത്തും അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് നിയമപരമായി അദ്ദേഹത്തെ പ്രതിയാക്കാൻ കഴിയില്ല. പലരും അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. അങ്ങനെ അഖിലാനന്ദകുമാറിൻ്റെ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും കണ്ട ലൈവ് റിപ്പോർട്ടിംഗാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു SFI നേതാവിനും അവിടുത്തെ ഒരു പോലീസുകാരനെ പറ്റിയ തെറ്റാണെന്ന് കരുതി അതിനെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമായിരുന്നില്ല. അവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഏറ്റവും ശക്തമായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്, ഇന്നും എടുക്കും, നാളെയും എടുക്കും, മറ്റന്നാളും എടുക്കുമെന്ന്. അതിനെക്കുറിച്ച് മലയാള മനോരമ അതിഗംഭീരമായൊരു എഡിറ്റോറിയൽ പിറ്റേ ദിവസം എഴുതി. എനിക്ക് ആ പത്രത്തോട് ബഹുമാനം വർദ്ധിച്ചത് ആ എഡിറ്റോറിയലുണ്ട്. അതിഗംഭീരമായ എഡിറ്റോറിയലായിരുന്നു. പാർട്ടിക്കാരെ നോക്കിയാൽ മതി സെക്രട്ടറി എന്ന്. അതാണ് അതിനുള്ള മറുപടി. അതിനും കോടതിയിൽ പോകേണ്ടി വന്നു. ഈ കോടതിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന കുറേ കൂടി ഈ മാനേജ്മെൻറ്റ് കാര്യങ്ങളോട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം എത്ര കാശ് ചിലവുള്ള കാര്യമാണ്. വ്യക്തികളാണെങ്കിൽ പോകാനേ പറ്റില്ല ഒരു മാധ്യമപ്രവർത്തകരും. സുപ്രീം കോടതിയിലും പറ്റും. ഇത് സ്ഥാപനം നടത്തുന്നിടത്തോളം കാലം പോകാവുന്നേ ഉള്ളൂ. ഇനി സ്ഥാപനം വിട്ടാൽ പിന്നെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതിനും ഹൈക്കോടതിയിൽ പോകുന്നു. അപ്പോൾ ചോദ്യം ചെയ്യണമെന്ന് പോലീസ് പറയുന്നു, ചോദ്യം ചെയ്യാൻ പറയുന്നു, ചോദ്യം ചെയ്യുന്നു, പിന്നെ ഒന്നും പറയുന്നില്ല. കുറേ കാലം കഴിഞ്ഞ് വീണ്ടും കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ അതിൻ്റെ തൊട്ട് തലേന്ന് FIR കൊടുത്ത കോടതിയിൽ ചെന്ന് FIRൽ മാറ്റം വരുത്തുന്നു, അഖിലെ ഒഴിവാക്കണമെന്ന് പറയുന്നു. പിന്നെ ഹൈക്കോടതി അത് അറിയിക്കുന്നു. അങ്ങനെ ആ കേസ് അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കേസിൻ്റെ പേരിലാണ് സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം എത്രയോ വേദികളിലാണ് പ്രസംഗിച്ചത്. അപ്പോൾ അവിടെയും അഖിലാനന്ദകുമാറിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് ആയിരുന്നില്ല പ്രശ്നം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരു മാധ്യമത്തിനെതിരായുള്ള നീക്കമാണ്. പിന്നീട് എത്രയോ കേസുകൾ, മാതൃഭൂമി ചാനലിൻ്റെ റിപ്പോർട്ടർക്കും ക്യാമറമാനുമെതിരെ, ഇവിടുത്തെ ഈ തീവണ്ടിയിലെ തീവെപ്പുമായി ബന്ധപ്പെട്ട് പ്രതിയെ കൊണ്ടുവരുന്ന വഴിക്ക് അയാളുടെ ചിത്രമെടുത്തു എന്നതിൻ്റെ പേരിൽ, മുഖം പോലും മറയ്ക്കാതെ കൊണ്ടുവരുന്ന പ്രതിയാണ്. ആ പ്രതിയുടെ ചിത്രം വഴിക്ക് ചായ കുടിക്കാൻ കയറിയപ്പോഴോ മറ്റോ എടുത്തതാണ്. അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ആദ്യം തട്ടിപ്പറിക്കുന്നത് ഫോണാണ്. നമ്മുടെ നാട്ടിലെ കോടതികൾ ഇങ്ങനെ മാധ്യമപ്രവർത്തകരുടെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചു വെക്കുന്നതിനെതിരെ എത്രയോ ശ്രദ്ധേയമായ വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബാധകമല്ല കേരള പോലീസിന്. പിടിച്ചു വെക്കുകയാണ്. നേരത്തെ ഈ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയതുമായി ബന്ധപ്പെട്ട് 24 ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള കേസ്. മാധ്യമപ്രവർത്തകരെയൊക്കെ ഇങ്ങനെ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ അതിന് കേസ്. നമ്മൾ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഇൻഡെക്സിൻ്റെ കഥ ശ്രീ ഹരികുമാർ പറഞ്ഞല്ലോ. ഇതെല്ലാം കൂടെ ചേർക്കുന്നതാണ് ഇൻഡെക്സ്. കേരളത്തിലെ സംഭവങ്ങളടക്കം ചേർക്കുന്നതാണ്, അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ മാത്രമല്ലല്ലോ. അങ്ങനെ ഒരുപാട്
ആക്രമണങ്ങളും കേസുകളും നടപടികളും ഒക്കെ നേരിടേണ്ടി വരുന്ന മാധ്യമ പ്രവർത്തകർ എന്തുകൊണ്ടാണ് അവരെ വരുതിയിലാക്കാൻ ഈ അധികാര കേന്ദ്രങ്ങളിലുള്ളവർ ശ്രമിക്കുന്നതെന്ന് എപ്പോഴും ആലോചിക്കുന്നുണ്ട്. എല്ലാവർക്കും കാരണമറിയാമെങ്കിലും. ഇനി എനിക്ക് തന്നെ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് ശ്രീ ഹരികുമാർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇവിടെ പണിമുടക്ക് നടന്നു. പണിമുടക്ക് നടന്നപ്പോൾ ഈ കോഴിക്കോട്ട് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഓട്ടം പോയതല്ല, ഭാര്യയും അമ്മയും മകളെയും കയറ്റി ഒരു ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ തടഞ്ഞു നിർത്തി ഉടുപ്പ് വലിച്ചു കീറി ആ കുടുംബക്കാരുടെ മുന്നിലിട്ട് അയാളെ മർദ്ദിക്കുന്നു, ചോര വരുത്തുന്നു. മറ്റൊരാൾ മലപ്പുറത്ത് ഒരു രോഗിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. CCTV ദൃശ്യങ്ങളിൽ കാണാം. ആശുപത്രിയുടെ മുന്നിലെത്തുമ്പോൾ വലിച്ചു താഴെയിട്ട് അടിക്കുന്നു, മൂക്കിടിച്ച് വരുത്തി ചോര വരുത്തുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രസംഗിക്കുമ്പോൾ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് കണ്ടില്ലേ, ഒരാളെ പിച്ചി മാന്തി എന്ന് പരിഹസിക്കുന്നു. ഇതേ അനുഭവം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം ഇതുപോലെ പിച്ചി മാന്തി എന്ന് പറയുമോ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ പേരിൽ കേരള പോലീസിൽ കേസ്, പാർലമെൻറ്റിൽ കേസ്, പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തിന് മുന്നിലേക്ക് ഒരു വലിയ മാർച്ച്, സംസ്ഥാനത്തെ 14 ജില്ലാ ഓഫീസുകൾക്ക് നേരെ മാർച്ച്, കോഴിക്കോട്ട് മാർച്ച് കഴിഞ്ഞ് തിരിച്ചു പോയവർ അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിൻ്റെ കാറ്റ് അഴിച്ചു വിട്ടു. ഇതെല്ലാം തീർന്നു. പിന്നെ തിരുവനന്തപുരം നഗരത്തിലാകെ എനിക്ക് കൊമ്പും തേറ്റയൊക്കെ വെച്ചുള്ള പോസ്റ്ററുകൾ, കളർ പോസ്റ്ററുകളാണ്. മുഴുവൻ ഒറ്റപ്പെടുത്തുക, ബഹിഷ്കരിക്കുക, പോസ്റ്റർ ഒട്ടിച്ചു. ശരി, ഞാൻ താമസിക്കുന്ന ഹൗസിംഗ് കോളനിയിൽ മുഴുവൻ ഇതൊക്കെ പേര് വെച്ചിട്ടാണ്, അല്ലാതെ അജ്ഞാത പോസ്റ്ററുകളല്ല. ആരാണോ അവിടെ പോസ്റ്റർ ഒട്ടിക്കുന്നത് ആ സംഘടനയുടെ പേര് വെച്ചിട്ടാണ്. അവിടെ മുഴുവൻ ഇയാളെ ഒറ്റപ്പെടുത്തുക, ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞ് പോസ്റ്റർ, അതും സഹിച്ചു. പിന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിൻ്റെ മതിൽ തൊട്ട് സർവ്വസ്ഥലത്തും പോസ്റ്റർ. എന്നാലോചിച്ച് നോക്കുക. ബാക്കിയൊക്കെ നിങ്ങളുടെ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും എതിർപ്പറിയിക്കാനുള്ള കാര്യമായിട്ടൊക്കെ മാറ്റി വെക്കുക. പക്ഷേ എൻ്റെ വീട്ടിൽ മതിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് എന്തിനാണ്? അതിനുശേഷം ഇതുവഴി നടന്നു പോകുന്ന ഈ സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ അതൊന്ന് സെറ്റിൽ ചെയ്യണം എന്നൊരു ഭീഷണി പോലെ. പിന്നെ തൊട്ടടുത്തൊരു പറമ്പിൽ മറ്റൊരു സംഘടനയുടെ പേരിൽ, ഒരു കർഷക സംഘടനയുടെ പേരിൽ ഒരു മീറ്റിംഗ് നടത്തുന്നു. അതിൽ എന്നെ അസഭ്യം പറയുന്നു. ഇത് കുടുംബമായി നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലമല്ലേ? അവിടെ അമ്മ, ഭാര്യ, മക്കൾ എല്ലാവരും ഉള്ളവരുടെ മുന്നിൽ വെച്ചാണ് ഈ അഭ്യാസം. അപ്പോൾ ഏത് വിധേനയും ഭയപ്പെടുത്തുക, കീഴടക്കാൻ ശ്രമിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുശേഷം പിന്നെ എന്താണ്? ബഹിഷ്കരണം. ആദ്യം കേരളം ഭരിക്കുന്ന പാർട്ടി ബഹിഷ്കരിച്ചത് ചാനലിനെ തന്നെയായിരുന്നു. അതിനുശേഷം വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും വരില്ല, സഹകരിക്കില്ല. അത് പ്രഖ്യാപിച്ച് നടപ്പാക്കുകയാണ്. ഇപ്പോൾ 2 വർഷമാവുന്നു. ഒരു മാസം കൂടെ കഴിയുമ്പോൾ 2 വർഷമാവും. അതിലൂടെ മറ്റൊരു തരത്തിലുള്ള ഭീഷണിയാണ് മുഴക്കിയതെങ്കിലും എനിക്ക് കേരളത്തിലെ നല്ലവരായ പ്രേക്ഷകരോട് നന്ദിയുണ്ട്. എത്ര ബഹിഷ്കരിച്ചിട്ടും കേരളത്തിലെ പ്രൈം ടൈം സംവാദത്തിലെ 1-ാം നമ്പർ പരിപാടിയായി അത് ഇന്നും നിലനിൽക്കുന്നു. ചാനലിനും പ്രേക്ഷകരുടെ പിന്തുണയിൽ ഒരു കുറവും ഉണ്ടായില്ല. അതുകൊണ്ട് ഈ ബഹിഷ്കരണത്തിനപ്പുറത്തേക്ക് കാഴ്ചക്കാർ, ജനങ്ങൾ പിന്തുണച്ചു വന്നതിൽ എനിക്കും നന്ദിയുണ്ട്. ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ കേരളത്തിലുണ്ടാവുന്നു. സമാനമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ശ്രീ രാജഗോപാലും മറ്റുള്ളവരും പറഞ്ഞു. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാനീ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും വാർത്ത നൽകുന്ന കാര്യത്തിലോ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലോ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചതായി എനിക്ക് തോന്നുന്നില്ല. ആളുകൾക്ക് വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം, എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം, അതൊക്കെ മാനിക്കുന്നു. പക്ഷേ എൻ്റെ ബോധ്യത്തിൽ നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ നടപടികളൊന്നും ഒരു വാർത്തയോടുമുള്ള സമീപനത്തെയോ വാർത്തകൾ നൽകുന്ന രീതിയെയോ സ്വാധീനിച്ചിട്ടില്ല എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ എല്ലായിടത്തും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണെങ്കിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈസൻസ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിലാണ്. ഏത് സമയത്തും നിരോധനം കൊണ്ടുവരാൻ കഴിയും.
നേരത്തെ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ വാർത്ത മാറ്റിയില്ലെങ്കിൽ അത് അടുത്ത ദിവസം ഉണ്ടാവില്ല. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ മൈതാനം വളരെ വലുതാണ്, ഇവിടുത്തേത് കുറച്ച് ചെറുതാണ്. അവനവനാലാവുന്നത് ചെയ്യുന്നു. ഒരു വാർത്തയുടെ പേരിൽ എന്താണ് 10-50 ലക്ഷത്തോളം വരുന്ന പരസ്യം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്ഥാപനം പിൻവലിച്ചിട്ടുണ്ട്, ശരിയായ വാർത്തയുടെ പേരിൽ. പിന്നീട് ഏറ്റവും രസകരമായ കാര്യം, ഈ അന്ന് അതിൻ്റെ തലപ്പത്തിരുന്ന ആൾ പിന്നീട് അതിൽ നിന്ന് പുറത്തു പോയി. അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ അധികം കാര്യങ്ങൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് എല്ലായിടത്തും നടക്കുന്നത്. അവരവരാൽ കഴിയുന്ന വിധം എല്ലാവരും ചെയ്യുന്നുണ്ട്. പരിമിതികളുണ്ടാവും. നേരത്തെ രാജഗോപാൽ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകർക്ക് പരിമിതികളുണ്ടാവും, സ്ഥാപനങ്ങൾക്ക്, അദ്ദേഹം പറഞ്ഞതിനപ്പുറത്തേക്കാണ് ഞാൻ പറയുന്നത്, പരിമിതികൾ പലപ്പോഴും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി നന്നായി വാർത്ത നൽകാനും ജനങ്ങളുടെ അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കാനും ഒരു പ്രതിപക്ഷ ശബ്ദമായി നിൽക്കാനും മാധ്യമങ്ങൾക്ക് കേരളത്തിൽ കഴിയുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും തരത്തിൽ അതിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രേക്ഷകരാണ്, വായിക്കുകയും കാണുകയും ചെയ്യുന്നവരാണ്. അവർ അങ്ങനെ കാണിച്ചു തരുന്നതിനനുസരിച്ച് മാധ്യമങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കും. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ഈ സമ്പൂർണ്ണമായി അധികാര കേന്ദ്രങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ മാത്രം പറയുന്ന മാധ്യമങ്ങളാണെങ്കിൽ ഈ മാധ്യമങ്ങൾ എത്ര നാൾ ആളുകൾ കാണും? ഇത് കൂടുതൽ കാണുന്നതും കൂടുതൽ കാണാൻ പ്രേരിപ്പിക്കുന്നതുമൊക്കെ അതിൽ ആളുകൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് പരമാവധി ഈ പരിമിതികൾക്കുള്ളിൽ നിന്നും പ്രവർത്തിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ മാധ്യമങ്ങളെ ജനാധിപത്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യത്തിന് അനുസൃതമായി പ്രവർത്തിക്കാൻ വിടുകയാണ് നമ്മുടെ ഭരണകർത്താക്കൾ ചെയ്യേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടാനല്ല. വാർത്ത വക്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ തന്നെ ഇറക്കി വിടുകയാണ്. അപ്പോൾ വക്രീകരിക്കുക എന്നതിൻ്റെ പരിഹാരം ഇത് ജനങ്ങൾ അറിയുകയേ വേണ്ട, പുറത്തേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കാലം. കഴിഞ്ഞ ദിവസം ചെറുവേൽ രാമൻ മാധ്യമങ്ങൾ എന്തുകൊണ്ട് മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലും വേണമെന്ന് ആ വേദിയിൽ തന്നെ പറഞ്ഞ വാർത്ത വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നി കേരളത്തിലെ യഥാർത്ഥ KUWJ ചെറുവേൽ രാമനാണ്. കാരണം മാധ്യമപ്രവർത്തകരുടെ സംഘടനകളും മാധ്യമപ്രവർത്തകരും പറയേണ്ട കാര്യങ്ങളാണ് ചെറുവേൽ രാമൻ പറഞ്ഞത്. അങ്ങനെ ഒരാളെ ഇറക്കി വിട്ടതുകൊണ്ടോ ആളുകളെ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് കൊണ്ടോ ഒന്നും ഇല്ലാതാവുന്നതല്ല ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും. നമസ്കാരം.